ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഊട്ടിയിലുള്ള ടീ ഫാക്ടറിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കാണിച്ചു തരുന്നത്. ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാകും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ പോകെ പോകെ ഇമ്പ്രൂവ് ആക്കുന്നതാണ്. ഇതാണ് ഈ ടീ ഫാക്ടറിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾക്ക് 10 രൂപ വെച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതൊരു മിനിമം പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു 10 രൂപ എന്ന് പറയുന്നതിനേക്കാട്ടുപരി ഇവിടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതിലാണ് ഇവരുടെ ഈ ഒരു ബിസിനസ് തന്ത്രമുള്ളതെന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങൾ നമ്മളിവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യും. അതിൽ നിന്ന് ഒരുപാട് ഏണിങ്സ് ഇവരുണ്ടാക്കുകയും ചെയ്യും. ഇവിടെ ഒരുപാട് തേയില ഹാർവെസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു മെഷീനിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് അടുത്ത മെഷീനിലേക്ക് ഈ ഒരു ഹോളുണ്ട്. ആ ഹോൾ വഴി അടുത്ത മെഷീനിലേക്ക് അവർ പറഞ്ഞു വിടുന്നതാണ്. നേരത്തെ കണ്ട ആ പൊടിച്ച തേയില വീണ്ടും ഈ ഒരു ഭാഗത്തുനിന്ന് വീണ്ടും അത് ക്രഷ് ആക്കിയിട്ട് ആ ഒരു മാറ്റിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവിടെ ഓരോ ഭാഗത്തും പല പല മെഷീൻസുകൾ ഉണ്ട്. അതിലൂടെ വീണ്ടും കയറി ഇറങ്ങി അതിൻ്റെ ഭയങ്കര തിന്നായിട്ട് ഈ ചായപ്പൊടീനെ പോലെ തന്നെ തരിതരിയായിട്ട് അത്രയും മൈന്യൂട്ടായിട്ട് അത് പൊടിഞ്ഞു വരും. എന്നതിന് ശേഷം അത് ഒരു ഉണക്കുന്ന ആ ഒരു മെഷീനിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഉണക്കിയെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ പ്രത്യേകിച്ചൊരു ഗൈഡോ അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല ഇതൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. നമ്മൾ കാണുന്ന രീതിക്കുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് എന്താണോ മനസ്സിലായത് അത് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഗൈഡും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഈ ചായപ്പൊടി ഉണ്ടാക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു ചായ തരും. അത് ഫ്രീ ആണ് കേട്ടോ. ഈ ചായക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചായേൻ്റെ ടേസ്റ്റിലാണ് നമ്മൾ വീണ് വന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോഡക്റ്റ് മുക്കാൽ ഭാഗവും നമ്മൾ വാങ്ങിക്കുന്നത്. ഈ ഒരു ചായയിൽ എന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് പാർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. നല്ല മിൽക്ക് മെയ്ഡിൻ്റെ ചായ ഉണ്ടായിരുന്നു. ഈ ചായ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് പാർന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇറങ്ങുന്നിടത്തിൽ ഒരുപാട് വെറൈറ്റി ടീൻ്റെ സ്റ്റാളുകളുണ്ട്. ഇവിടെ ഭയങ്കര പൈസ ആയതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. ഭയങ്കര റേറ്റാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഗൈഡൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പ്രോസസ്സ് വലുതായിട്ട് അങ്ങനെ മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. നിങ്ങൾ കാണുന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിലും ചോക്ലേറ്റ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള 2-3 ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. അത്രയേ ഉള്ളൂ. ബൈ ബൈ.